കുടുംബബന്ധം മുറിക്കുന്നവൻ ഏതൊരു സ്ഥലത്തുണ്ടോ, ഏതൊരു വിഭാഗത്തിലുണ്ടോ, അവിടെ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുകയില്ല. ഒരു ദിവസം അറഫ ദിവസമാണ്, വൈകുന്നേരമാണ്, അസറിന്റെ സമയമാണ്. അറഫയിൽ നിൽക്കുന്ന സമയത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള സമയമാണ് അസറിന്റെ ശേഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദുആ നടത്താൻ പോകുന്നു. അവിടുന്ന് പറഞ്ഞു, കുടുംബ ബന്ധം മുറിക്കുന്ന വല്ലവരും സദസ്സിലുണ്ടെങ്കിൽ ഒന്ന് ഇറങ്ങിപ്പോകണം. സുബ്ഹാനല്ലാഹ്, ദുആ ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആമീൻ പറയാൻ പോകുന്നത് മഹാന്മാരായ സഹാബികളാണ്. ഇത് അറഫ ദിനമാണ്. ഏത് ദുആക്കും ഉത്തരം ലഭിക്കുന്ന ഒരു കൊല്ലത്തിലെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിനമാണല്ലോ അറഫയുടെ പകൽ. അതിലേറ്റവും ശ്രേഷ്ഠതയുള്ള സമയമാണല്ലോ അസർ സമയം. കുടുംബബന്ധം മുറിക്കുന്ന വല്ലവരുമുണ്ടെങ്കിൽ സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സുബ്ഹാനല്ലാഹ്, ഒരാൾ ഇറങ്ങിപ്പോകുന്നു. അദ്ദേഹത്തിന്റെ ഉമ്മയുടെ സഹോദരിയുമായി അല്ലെങ്കിൽ അടുത്ത ബന്ധുവുമായി അദ്ദേഹം തെറ്റിലാണ്. അദ്ദേഹം പോയി പൊരുത്തപ്പെടിച്ച് വരികയാണ്. നബി തങ്ങളുടെ സദസ്സിൽ പങ്കെടുക്കാൻ പറ്റാത്തവനായി പോയല്ലോ ഞാൻ. ആ ഖേദത്തോടെ പോയി ആ കുടുംബത്തിലുള്ള പ്രശ്നത്തിൽ പരസ്പരം പൊരുത്തപ്പെടിച്ച് സന്തോഷത്തോടെ അദ്ദേഹം തിരിച്ചു വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് എവിടെ പോയി, എന്തിനു പോയി ചോദിക്കുകയാണ്. കാര്യങ്ങൾ വിവരിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, കുടുംബബന്ധം മുറിക്കുന്നവന് സദസ്സിലുണ്ടെങ്കിൽ ദുആക്ക് ഉത്തരം കിട്ടുകയില്ല. അതിന്റെ ഗൗരവം നോക്ക് നിങ്ങൾ. അയാൾ ചെയ്തത് തെറ്റാണെങ്കിലും അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കുന്നവർക്ക് വരെ അത് ബാധകമാവുകയാണ്. അത്രയും വലിയ തെറ്റാണ് കുടുംബബന്ധം മുറിക്കുക എന്നത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹിം. കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗ്ഗത്തിൽ കടക്കുകയില്ല. കുടുംബത്തിലെ ഏറ്റവും ബന്ധപ്പെട്ടവർ അത് ഉമ്മയും ബാപ്പയുമാണ്, അതിൽ സംശയമില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന്, എന്റെ സഹവാസം നന്നാക്കേണ്ടവരിൽ ഏറ്റവും എനിക്ക് കടപ്പെട്ടവരാരാണെന്ന് ചോദിച്ചപ്പോ, ഉമ്മുക്ക, നിന്റെ ഉമ്മയാണ്. അതേ, വീണ്ടും ചോദിച്ചപ്പോഴും പറഞ്ഞു ഉമ്മുക്ക നിന്റെ ഉമ്മയാണ്. വീണ്ടും ചോദിച്ചപ്പോഴും പറഞ്ഞു ഉമ്മുക്ക നിന്റെ ഉമ്മയാണ്. പിന്നെ ആര് എന്ന് ചോദിച്ചപ്പോൾ 3 സമയത്തും പറഞ്ഞത് നിന്റെ ഉമ്മ എന്നാണ്. ശേഷം പറഞ്ഞു അബൂക്ക്, നിന്റെ ബാപ്പയാണ്. ഉമ്മയോടുള്ള പെരുമാറ്റം നന്നാകണം, ഉമ്മാന്റെ സംതൃപ്തി വാങ്ങണം. ഉമ്മയുടെ പൊരുത്തമില്ലാതെ നമുക്ക് സ്വർഗത്തിൽ കടക്കാനും കഴിയില്ല. ബാപ്പയുടെ പൊരുത്തമില്ലാതെ സ്വർഗം ലഭിക്കൂല.